നമസ്കാരം. കേരളം ഇന്നലെ ഏറെ ചർച്ച ചെയ്തതായിരുന്നു ഐസക് തോമസിന്റെ വിയോഗം. സ്വന്തം ജീവത്യാഗത്തിന് മുന്നോടിയായി 6 പേരെ ഈ ഭൂമിയിൽ ജീവിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി. ആ മടക്കയാത്രയെ സംബന്ധിച്ച് കേരളം ഇന്നലെ ആ അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തെങ്കിലും അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാനിടയായി. ഡോക്ടർ ജോ ജോസഫ് എന്ന ലിസി ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള വ്യക്തി ഇന്നലെ ഈ ഒരു അവയവ മാറ്റത്തിൽ നേരിട്ടിടപെട്ട വ്യക്തിയാണ്. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയത്തിൽ ഒരു നോവില്ലാതെ വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത്രമാത്രം ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതായി വായിച്ചപ്പോൾ തോന്നി. കാര്യം, ഒരു വ്യക്തിയുടെ അവയവം അത് അദ്ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരാളിൽ കൊണ്ടുവന്ന് തുന്നിച്ചേർക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ചില മനുഷ്യരുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് ശേഷം അർദ്ധരാത്രി ആ പോസ്റ്റ് ചെയ്ത വാചകങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നമുക്കതൊരു ഹൃദയവേദന ഇല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ജോ ജോസഫിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലെ മാനുഷികതയും മനുഷ്യത്വവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്. ആ കുറിപ്പ് ദേ ഇങ്ങനെയാണ്: ആർക്കാണ് ഇത്ര ധൃതി? എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ. സമയവുമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം. രാത്രി 2 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ 6:30-ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി. ഹൃദയവുമായി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പുറപ്പെട്ട് വെറും 7 മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി. ഹെലികോപ്റ്റർ വഴി 3/4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപാഡിൽ നിന്നും വെറും 5 മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. കാരണം ഇന്നത്തെ ഓരോ മിനിറ്റും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു. ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന്. കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു. പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരുക്കൊന്നും ഇല്ലായിരുന്നു ഐസക്കിന്. എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാകില്ല. ഹൃദയവും 2 വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ, സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാം എന്ന തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ ആയിരിക്കണം. മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ? ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ? ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാൻ. ഡോണർ അലർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പമുണ്ടായിരുന്നു. ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും, മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും, ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ സഹായത്തോടുകൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു. തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് മുതിർന്ന IPS IAS ഓഫീസർമാരായിരുന്നു. കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാത്ത് ഹെലിപാഡിൽ നിന്ന് ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ 2 നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അണുകിട തെറ്റാത്ത ആസൂത്രണം, ഏകോപനം. എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന്. പല ആശുപത്രികൾ, അനേകം ഡോക്ടർമാർ, അത്യന്തം ഗൗരവമായ നിയമ നൂലാമാലകൾ, ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തത് കേസോട്ട നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കേസോട്ട ടീമായിരുന്നു. അതെ, എന്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ, എന്റെ സർക്കാരിൽ, എന്റെ പ്രത്യയശാസ്ത്രത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല. സഖാവ് ഐസക് മരിക്കുന്നില്ല, ജീവിക്കുന്നു അനേകരിലൂടെ. ഇതാണ് ഡോക്ടർ ജോ ജോസഫ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. ഏറെ
വൈകാരികമായിട്ട് മാത്രമാണ് അത് വായിച്ചു തീർക്കാനായത്. എപ്പോഴൊക്കെയോ ഉള്ളിൽ നിന്നൊരു വിങ്ങല് പോലും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യർ അവരുടെ ഉള്ളിലെ നന്മ അതെങ്ങനെയാണെന്ന് നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാട്ടിത്തരികയാണ്. ഈ സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം വിമർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു വച്ചിരിക്കുന്ന വാക്കുകൾ എത്ര കൃത്യമായിട്ടാണ് ഒരു സങ്കീർണമായ സംഭവവികാസത്തെ ഈ നാട്ടിലെ സർക്കാർ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇതിനെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയാൻ ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തയ്യാറാകില്ല. ലൈവോടുകൂടി അവസാനിച്ച് അവർ കടന്നു പോകുമ്പോൾ ആ ഒരു ഉദ്യമം നടപ്പിലാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, എത്ര പേർ, എന്തെല്ലാം സിസ്റ്റങ്ങൾ പ്രവർത്തിച്ചു എന്നത് വളരെ കൃത്യമായി ഡോക്ടർ ജോ ജോസഫ് പങ്കുവച്ച ആ കുറിപ്പിലുണ്ട്. ഇതൊക്കെയാണ് ഈ നാടിന്റെ മാറ്റം. അതിനെയൊക്കെ അംഗീകരിക്കാനോ അതിനെക്കുറിച്ചൊക്കെ പോസിറ്റീവ് വശങ്ങൾ ചർച്ച ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്നലെ സമയത്തിനോടൊപ്പം തന്നെ ഒരുപക്ഷെ സമയത്തിന് മുമ്പേ ഓടേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഡോക്ടർ ജോ ജോസഫ് പങ്കുവെക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിമർശിക്കുന്നവർ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന്റെ ചില പിഴവുകൾ ഉയർത്തിക്കാട്ടി ഈ സർക്കാർ സംവിധാനങ്ങളെ ഒന്നടങ്കം അടച്ചധിക്ഷേപിച്ച് വിമർശിക്കുമ്പോൾ എന്താണ് അതിനുള്ളിലെ യാഥാർത്ഥ്യ കാഴ്ച എന്ന് ആ ഒരൊറ്റ പോസ്റ്റ് തുറന്നു കാട്ടുന്നുണ്ട്. അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ തയ്യാറായ ഡോക്ടർ ജോ ജോസഫിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒപ്പം 6 പേരെ ഈ ഭൂമിയിൽ ജീവിപ്പിച്ചുകൊണ്ട് കടന്നുപോയ സഖാവ് ഐസക്കിനും അന്ത്യാഭിവാദ്യങ്ങൾ കൂടി നേരുന്നു.